വീണ തൈക്കണ്ടിയിൽ നിതാ യഥാർത്ഥ കുരുക്ക് മുറുകാൻ പോകുന്നു. മാസപ്പടി കേസിൽ നിർണായക ഇഡി അവലോകന യോഗം അല്പസമയത്തിനകം ചേരും. ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി നടക്കുന്ന യോഗത്തിൽ ഇഡി മേധാവിയും സ്പെഷ്യൽ ഡയറക്ടറും പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ പങ്കെടുക്കാൻ ഇഡി ഡയറക്ടർ രാഹുൽ നവീൻ ഇന്നലെ വൈകിട്ട് കൊച്ചിയിലെത്തി. വിവരങ്ങൾ നൽകാൻ ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ്, കൊച്ചിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇഡി ഉദ്യോഗസ്ഥരുടെ യോഗം ഇഡി ഉദ്യോഗസ്ഥരുടെ യോഗം അല്പസമയത്തിനകം തന്നെ ചേരും. ജിജീഷ്, കൊച്ചിയിൽ പൊതുവെ മഴയാണ്, പക്ഷേ ഇഡി യോഗം കഴിയുമ്പോൾ ഒരു രാഷ്ട്രീയ ചൂട് പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയോ? എപ്പോഴാകും യോഗം? എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും? അശ്വതി പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ കേരളം ഒരു അന്വേഷണത്തിന് പിന്നാലെ ചൂട് പിടിക്കുന്നു എന്നത് തന്നെയാണ്. ഈ തണുപ്പുള്ള സമയത്തും അന്വേഷണം പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രി, നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായ അതിനിർണായകമായ ഒരു യോഗമാണ് ഇപ്പോൾ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സോണൽ ഓഫീസിൽ നടക്കുന്നത്. അതിനായി ഇ ഡി ഡയറക്ടർ തന്നെ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇ ഡിയുടെ മറ്റ് ജോയിന്റ് ഡയറക്ടർമാർ, ഒപ്പം തന്നെ സ്പെഷ്യൽ ഡയറക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഈ ഒരു യോഗത്തിനായി ഇപ്പോൾ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഈ യോഗം ചേരും. പ്രധാനമായും യോഗത്തിന്റെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് വരുന്ന വിഷയം എന്ന് പറയുന്നത്, ഒന്ന്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവം തന്നെയാണ്. ഇ ഡി റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ പരിശോധനയ്ക്ക് ശേഷം തിരിച്ചിറങ്ങിയ ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. വാഹനം തല്ലി തകർത്തിരുന്നു. അതിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അങ്ങനെ ഉദ്യോഗസ്ഥർ പോലും ആക്രമിക്കപ്പെടുമ്പോൾ അന്വേഷണം ഇത്തരത്തിൽ വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ എങ്ങനെ തുടർ നീക്കങ്ങൾ നടത്തണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഇ ഡി ഡയറക്ടർ തന്നെ നേരിട്ട് എത്തിക്കൊണ്ടുള്ള ഒരു അവലോകന യോഗത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. മാത്രമല്ല, ഇന്ന് CMR നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CMR കോടതിയെ സമീപിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സിംഗിൾ ബെഞ്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് വ്യക്തമാക്കിയെങ്കിലും വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. അത് തടയണമെന്നാവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിൽ നിന്ന് എന്ത് ഉത്തരവുണ്ടാകും, വിധി ഉണ്ടാകും, അന്തിമമായി തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി എന്തായിരിക്കും എന്നതുകൂടി പരിശോധിച്ച് തുടർ നടപടികൾ കൂടി ആലോചിച്ച ശേഷമായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ, ഇതിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്നയാൾ, അന്വേഷണത്തിനെല്ലാം മേൽനോട്ടം വഹിക്കുന്ന ഇ ഡി ഡയറക്ടർ മടങ്ങുക. അന്വേഷണം സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതീക്ഷിക്കുന്നത് ഇ ഡിക്ക് അനുകൂലമായ ഒരു തീരുമാനം തന്നെയായിരിക്കും. കാരണം ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി അടക്കം കോടതിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇതിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയും മുൻകൂർ ജാമ്യാപേക്ഷയും എല്ലാം പരിഗണിക്കുന്ന ഘട്ടത്തിൽ ബന്ധപ്പെട്ട കോടതികളിൽ വലിയ രൂക്ഷ വിമർശനങ്ങളാണ് ഈ ആക്രമണം നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായത്. ശരി ജിജീഷ്, വിവരങ്ങൾ വ്യക്തമാണ്, കൃത്യമാണ്. കൊച്ചിയിൽ നിർണായക ഇ ഡി അവലോകന യോഗം അല്പസമയത്തിനകം തന്നെ ചേരുമെന്നുള്ള നിർണായക വിവരമാണ് ജിജീഷ് കരുണാകരൻ പങ്കുവച്ചത്. വീണ തൈക്കണ്ടിയിൽ നിന്ന് യഥാർത്ഥ കുരുക്ക് മുറുകാൻ പോവുകയാണ്. ഒപ്പം ചില പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കും കുരുക്ക് മുറുകുമെന്ന കാര്യത്തിൽ സംശയമില്ല.